ഹായ് ഗായ്സ്, ഗിലബ്രോ യൂട്യൂബ് ചാനലുകളവർക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ രാത്രിയോടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 നോമിനേഷൻസ് ആണ് ഉള്ളത്. ഈ 9 പേരിൽ നിന്ന് ഒരു 2 പേര് പുറത്തു പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ ഇത്തവണ ഒരു ഡബിൾ വിഷൻ ഉണ്ടാവില്ല, സിംഗിൾ വിഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം സായി പുറത്തു പോയി എന്നുള്ളൊരു ന്യൂസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു സിംഗിൾ വിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഏതായാലും വോട്ടിംഗ് അവസാനിച്ചപ്പോൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോ ആർക്കും തൻ്റെ പൊസിഷൻ വിട്ടുകൊടുക്കാണ്ട് ഒരു കൂറ്റം വോട്ടിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 3,690,000 എന്ന കൂറ്റം വോട്ട് നേടി തൻ്റെ പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുകയാണ് ജിൻഡോ. രണ്ടാം പൊസിഷനിൽ സിജോ തന്നെയാണ് തുടരുന്നത്. സിജോ തൻ്റെ നില ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 2,20,750 വോട്ട് നേടി ഒരിക്കലും താൻ പിന്നിലേക്ക് പോവില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമായിട്ട് സുരക്ഷിതമായി നിലനിർത്തുകയാണ് രണ്ടാം പൊസിഷൻ. മൂന്നാം പൊസിഷനിൽ ജാസ്മിൻ തന്നെയാണ് തുടരുന്നത്. ജാസ്മിനും 100% സേഫായ ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2,06,790 കൂറ്റം വോട്ട് നേടി തൻ്റെ പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് ജാസ്മിൻ. നാലാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. 2,06,550 വോട്ട് നേടി ജാസ്മിന് തൊട്ട് പിന്നാലെയായിട്ട് സുരക്ഷിതമായി നിലകൊള്ളുകയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന വൈൽഡ് കാർഡ് എൻട്രി. അഞ്ചാം പൊസിഷനിൽ അർജുൻ തന്നെയാണ് തുടരുന്നത്. അർജുൻ ഒരു ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പിന്നിലേക്ക് പോയെങ്കിലും തൻ്റെ പൊസിഷൻ സുരക്ഷിതമായി അഞ്ചാം പൊസിഷനിലേക്ക് നിലനിർത്തി 1,99,780 വോട്ട് നേടി തൻ്റെ പൊസിഷനിൽ സേഫായി തുടരുകയാണ് അർജുൻ. ആറാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബയും ഏകദേശം സേഫായുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1,88,670 വോട്ട് നേടി സേഫായി ആറാം പൊസിഷൻ തന്നെ തുടരുകയാണ്. ഏഴാം പൊസിഷനിൽ ഋഷിയാണുള്ളത്. 1,86,890 വോട്ട് നേടി ഋഷി സേഫാണെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള വോട്ടിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഋഷി. കാരണം തുടക്കത്തിൽ പിന്നിലേക്ക് പോയെങ്കിലും ഇപ്പോൾ ഏഴാം പൊസിഷൻ സുരക്ഷിതമായി തന്നെ തുടരുന്നുണ്ട്. എട്ടാം പൊസിഷനിൽ ഗബ്രി തന്നെയാണ് തുടരുന്നത്. 1,52,756 വോട്ട് നേടിയാണ് എട്ടാം പൊസിഷനിൽ തുടരുന്നത്. പക്ഷേ ഈ പൊസിഷൻ ഒരു ഡേഞ്ചർ സോൺ തന്നെയാണ്. കാരണം ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഗബ്രി എട്ടാം പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗബ്രി പുറത്തു പോകാനും ചാൻസ് ഉണ്ട്. ഒമ്പതാം പൊസിഷനിൽ നോറയാണുള്ളത്. ഗബ്രിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് വന്നിരിക്കുന്നത്. 1,58,225 വോട്ടാണ് നോറ ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗബ്രിയും നോറയും ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ചാൻസ് കൂടുതലാണ്. ഏതായാലും ഏഷ്യാനെറ്റ് തീരുമാനിക്കും ആരാണ് കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത്. ആ മത്സരാർത്ഥികളെ ഇവിടെ നിർത്തി മറ്റുള്ള മത്സരാർത്ഥികൾ പുറത്തു പോകാനാണ് ചാൻസ്. ഏതായാലും ഗബ്രിക്കും നോറയ്ക്കും ഇതൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ തന്നെയാണ്.